തെരഞ്ഞെടുത്തിരിക്കുന്നത്. നവോത്ഥാനം എന്നതിനെ നമുക്ക് വെറുതെ അങ്ങനെ പറഞ്ഞു പോകാൻ പറ്റുന്ന ഒന്നല്ല. ലോകത്തൊരുപാട് മാറ്റങ്ങൾ സംജാതമാക്കിയ ഒരു വലിയ സാമൂഹിക വിപ്ലവത്തിന്റെ പേരാണ് നവോത്ഥാനം എന്നത്. നമുക്ക് അത്ഭുതം കൊണ്ട് കണ്ണുകൾ വിടർന്നു പോകുന്ന തരത്തിലാണ് ലോകത്ത് അതിന്റെ പ്രവർത്തനം നടന്നിട്ടുള്ളത്. നാം ഇന്ന് കേൾക്കുന്ന പല പുരോഗമന ചിന്താഗതികളുടെയും എല്ലാം ഉറവിടങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. ഇറ്റലി അതിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു. ഇറ്റലിയിൽ പലരുടെയും പുസ്തകങ്ങൾ, ഇപ്പൊ ദാന്തെ അലിഖേരി എന്ന് പറയുന്ന ആളാണ് ഡിവൈൻ കോമഡി എന്നൊരു പുസ്തകം എഴുതി. ലോക നവോത്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രമുഖമായ ഒന്നായി അത് മാറി. ഒരു പുസ്തകത്തിനെന്ത് അങ്ങനെ പ്രത്യേകത? സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഇറ്റാലിയൻ ഭാഷയിൽ എഴുതി എന്നുള്ളതായിരുന്നു ആ പുസ്തകത്തിന്റെ ഏറ്റവും പ്രമുഖമായ പ്രത്യേകത. നവോത്ഥാനം അങ്ങനെ എല്ലാം കൂടി ചേരുന്നതാണ്. സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ കലയെയും സാഹിത്യത്തെയും എല്ലാം കൊണ്ടുവന്നു എന്നുള്ളത് ഇതിലേറ്റവും പ്രമുഖമായ പ്രത്യേകതകളായിട്ട് മാറി. സ്ത്രീ സ്വാതന്ത്ര്യത്തെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഈ നവോത്ഥാന പ്രസ്ഥാനങ്ങളാണ്. മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നത് ഈ നവോത്ഥാന പ്രസ്ഥാനങ്ങളാണ്. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുന്നത് നവോത്ഥാന പ്രസ്ഥാനങ്ങളാണ്. ഭാരതീയ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റായിയാണ്. നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായ പേരുകളിലൊന്നാണ് രാജാറാം മോഹൻ റായിയുടേത്. ബംഗാളുകാരനാണ് അദ്ദേഹം. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്നത് സതി എന്ന ദുരാചാരം അവസാനിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ തീവ്രമായ പരിശ്രമങ്ങളാണ്. അങ്ങനെ പരിശ്രമത്തിലാണ് വില്യം ബെന്റിക് എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരനായ പ്രഭുവിനെ കൊണ്ട് ഈ സതി എന്ന ദുരാചാരം ഇന്ത്യയിൽ അവസാനിപ്പിക്കുന്നത്. ഭർത്താവ് മരിക്കുമ്പോൾ ഭർത്താവിനെ അടക്കം ചെയ്യുന്ന ചിതയിലേക്ക് ഭാര്യ കൂടി ചാടി ചത്തിരിക്കണം, അല്ലെങ്കിൽ അവളെ പിടിച്ച് തെള്ളി കൊല്ലും. ഇത് നടന്നിരുന്ന ഒരു നാടാണ് ഇന്ത്യ എന്നുള്ളത്. ഈ ദുരാചാരത്തിനെതിരെ ഏറ്റവും ഉജ്ജ്വലമായ പ്രവർത്തനം നടത്തിയ, പോരാട്ടം നടത്തിയ ആൾ എന്ന തരത്തിലാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. ശരിക്കും അത് മാത്രമല്ല രാജാറാം മോഹൻ റായ് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഭാരതീയ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന രാജാറാം മോഹൻ റായ്, അദ്ദേഹം ഇന്ത്യയിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രമുഖമായ ഒന്ന് തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു മുസ്ലിം സ്കൂളിലാണ് പഠിക്കുന്നത്. മുസ്ലിം സ്കൂളിൽ വർഷങ്ങൾ പഠിച്ച ഈ രാജാറാം മോഹൻ റായ് ഇസ്ലാമിനെ കുറിച്ച് നല്ലവണ്ണം പഠിച്ചു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അവിടുന്ന് അദ്ദേഹം പിന്നീട് ഹിന്ദു മതത്തിന്റെ എല്ലാ സംഹിതകളെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും രീതികളെക്കുറിച്ചും ഉപനിഷത്തുകളെക്കുറിച്ചും വേദങ്ങളെക്കുറിച്ചും എല്ലാം നല്ലവണ്ണം മനസ്സിലാക്കി. ക്രിസ്തു മതത്തെക്കുറിച്ചും പഠിച്ചു. എല്ലാത്തിന്റെ ഏറ്റവും കാമ്പായ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി. അദ്ദേഹം പറഞ്ഞു, ഈ വിഗ്രഹാരാധന ഏറ്റവും മോശപ്പെട്ട കാര്യമാണ് എന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ ഒരു ലേഖനം അദ്ദേഹം എഴുതി. ആ ലേഖനം അച്ചടിച്ചു വരുമ്പോൾ ഈ രാജാറാം മോഹൻ റായിയുടെ പ്രായം കേവലമായ 18 വയസ്സാണ്. 18ാമത്തെ വയസ്സിൽ വിഗ്രഹാരാധനയെ എതിർത്ത് അദ്ദേഹം ഏകദൈവ വിശ്വാസത്തെ പറഞ്ഞ ആളാണ്. ഒറ്റ ദൈവം, വേറെ എല്ലാം അതിൽ കൂടുതലൊന്നുമില്ല. ഒറ്റ ദൈവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി. ദൈവം ഒരെണ്ണം മാത്രമേ ഉള്ളൂ എന്ന് വിവിധങ്ങളായ ദൈവങ്ങളില്ല എന്ന് ഈ നിലനിന്നിരുന്ന ഒരു രീതികളോട് കലഹിച്ച് സാക്ഷാൽ രാജാറാം മോഹൻ റായ് പറയുക. ആ മനുഷ്യനാണ് വിഗ്രഹാരാധന തന്നെ ശരിയല്ല എന്ന അഭിപ്രായം പറയുന്നു. നാട് വിലക്കി, ഊര് വിലക്കി, വീട് വിലക്കി, കല്യാണത്തിന് വിളിക്കാണ്ടായി, പൊതുയിടങ്ങളിലേക്ക് വിളിക്കാണ്ടായി രാജാറാം മോഹൻ റായിയെ നാട്ടിലെ മഹാഭൂഷണാക്കാൻ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നിന്ന ഒരു മനുഷ്യനാണ് രാജാറാം മോഹൻ റായ് എന്ന് നാം തുടങ്ങി വെക്കണം. ആ രാജാറാം മോഹൻ റായ് സതി എന്ന ദുരാചാരത്തിൽ മാത്രമല്ല, ഇംഗ്ലീഷ് ഭാഷയിൽ വിദ്യാഭ്യാസം, മാതൃഭാഷയിൽ വിദ്യാഭ്യാസം, ഇംഗ്ലീഷിനെക്കാട്ടിൽ പരമപ്രാധാന്യം സാധാരണ മനുഷ്യനെല്ലാം ബംഗാളി പഠിക്കണം, മാതൃഭാഷ പഠിക്കണം, മാതൃഭാഷയിൽ പള്ളിക്കൂടങ്ങൾ ഉണ്ടാക്കി സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്നുള്ള ശക്തമായ പ്രചരണങ്ങളിലേക്ക് ഇറങ്ങി. അതിനിടയിൽ ഒരു ചെറിയ ഇനം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒന്ന് മാത്രമാണ് ഈ സതി എന്ന ദുരാചാരത്തിനെതിരായി പ്രവർത്തിച്ചു എന്ന് പറയുന്ന കാര്യങ്ങൾ. അതിൽ ഏറ്റവും മുഖ്യമായത് മാതൃഭാഷയിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇറങ്ങിയ കാര്യവും ബഹുദൈവ ആരാധനയെ എതിർത്തതും സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം വേണമെന്ന് ശഠിച്ചതും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതും എല്ലാമാണ്. അദ്ദേഹത്തിന്റെ പിൻഗാമിയായി അദ്ദേഹത്തിന്റെ ഒരു
അനുചരനെ പോലെ അല്ലെങ്കിൽ ഒരു ശിഷ്യനെ പോലെ വരുന്ന ഒരാളായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുന്നത്. ഹെൻറി വിവിയൻ ഡെറോസിയോ എന്ന് പറയുന്ന ഒരു ആംഗ്ലോ ഇന്ത്യൻ ചെറുപ്പക്കാരനാണ് ഇന്ത്യയിൽ ആദ്യമായി, അത് 1828 ഇന്ത്യയിൽ ആദ്യമായി അക്കാഡമിക് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നത്. ഈ സംഘടനയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാർത്ഥികളുടേതായ ഒരു സംഘടന. എന്നാൽ ഒരുപാടാണെന്നില്ല, വളരെ കുറച്ചു പേർ മാത്രമേ ഉള്ളൂ. അപ്പൊ പിന്നെ AISF എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ മൊത്തമുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി രൂപം കൊള്ളുന്ന അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ രൂപം കൊള്ളുന്ന ആദ്യത്തെ സംഘടനയാണ്. ഇത് ബംഗാളിൽ അക്കാഡമിക് അസോസിയേഷൻ എന്ന പേര് കൊടുത്തുകൊണ്ട് രാജാറാം മോഹൻ റായിയുടെ അനുയായികളിൽ ഒരാളായ ഹെൻറി വിവിയൻ ഡെറോസിയോയാണ് ആദ്യത്തെ ഈ സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നത്. രാജാറാം മോഹൻ റായിയുടെ ആശയങ്ങൾ വല്ലാണ്ട് ചെറുപ്പക്കാരെ ആകർഷിച്ചിരുന്നു, ചെറുപ്പക്കാരെ സ്വാധീനിച്ചിരുന്നു. ആ സ്വാധീനം ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ചെറിയ ഇതായിരുന്നില്ല. അദ്ദേഹം ഒരു സംഘടന ഉണ്ടാക്കി. ഈ പറയുന്ന ഒരു ഹെൻറി വിവിയൻ ഡെറോസിയോ ഒന്നും, അദ്ദേഹമാണെങ്കിൽ ബംഗാളിലെ ഹിന്ദു കോളേജ് അധ്യാപകനായിരുന്നു. വിദ്യാർത്ഥികളെ വഴിതെറ്റിക്കുന്നു പറഞ്ഞ് കോളേജുകാർ ഈ മനുഷ്യനെ, ഈ ഡെറോസിയോയെ പുറത്താക്കി. ചെറുപ്പക്കാരനായ ഡെറോസിയോ കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ട അതേ വർഷം കോളറ പിടിപെട്ട് മരിക്കുകയും കൂടി ചെയ്തു. അദ്ദേഹത്തിന്റെ അനുയായികൾ രാജാറാം മോഹൻ റായിയുടെ ചിന്താഗതിയിൽ ആകൃഷ്ടരായ ചെറുപ്പക്കാരെല്ലാം കൂടി ചേർന്നിട്ടാണ് ഈ ഇന്ത്യയിൽ കുറച്ചുകൂടി മിലിട്ടന്റായ മറ്റൊരു സംഘടനയ്ക്ക് ബംഗാൾ, ചെറുപ്പത്തിന്റെ ബംഗാൾ സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നത്. ബംഗാളിനെ ഇളക്കി മറിക്കാൻ പാകത്തിൽ ബംഗാളിൽ നിലനിന്നിരുന്ന ഒരുപാട് അനാചാരങ്ങളെയും നാട്ടിൽ നിലനിന്നിരുന്ന രീതികളെയും വെല്ലുവിളിച്ച് രംഗത്തേക്ക് ഇറങ്ങി സമൂലമായൊരു പരിവർത്തനത്തിന് വേണ്ടി ജനതയെ പ്രാപ്തരാക്കാൻ ഇറങ്ങിയതിന്റെ പേരിലാണ് രാജാറാം മോഹൻ റായിയെ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത്. ജനങ്ങളെ വല്ലാണ്ട് ഭിന്നിപ്പിച്ചു തന്നിരുന്ന ഒരു കാലം നമ്മുടെ മനസ്സിലേക്ക് എത്തണം. ജനങ്ങളെ അകറ്റി മാറ്റി നിർത്തുന്ന ഒരു കാലമായിരുന്നു പണ്ടുണ്ടായിരുന്നതെല്ലാം. ആ മാറ്റി നിർത്തപ്പെടൽ എന്ന് തുടങ്ങി ഒരുപാട് ചരിത്രങ്ങളുടെ അകസ്ഥലങ്ങളിലേക്കെല്ലാം നമുക്ക് കടന്നു പോകാൻ കഴിയില്ല എന്നുള്ളത് ഞാൻ അതിലേക്കെല്ലാം കടന്നു പോകുന്നുമില്ല. മനുഷ്യനെ ഇങ്ങനെ ഭിന്നിപ്പിച്ച് നിർത്തി എന്ന് മുതലാണ് ഇവിടെ എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ പണ്ട് ആരെയും അങ്ങനെ ഭിന്നിപ്പിച്ചിരുന്നില്ല എന്നുകൂടി നമുക്ക് മനസ്സിലാവും. ആരംഭത്തിന്റെ കാലം നമ്മൾ എടുത്തു നോക്കുക, മനുഷ്യൻ എങ്ങനെയല്ല ഇങ്ങനെയൊക്കെ കടന്നു വന്നു എന്ന് ആലോചിക്കുമ്പോൾ രസകരമായ സംഭവമാണ് അതെല്ലാം. മനുഷ്യൻ എങ്ങനെയാണ് ഈ നിലയിലേക്കെല്ലാം വന്നത്? ആരംഭകാലത്ത് മനുഷ്യൻ ഇങ്ങനെ വേട്ടയാടി ജീവിച്ചിരുന്ന കാലത്ത് ഫലമൂലാദികൾ കഴിച്ച് കായ്കനികൾ കഴിച്ച് മൃഗങ്ങളെ വേട്ടയാടി ജീവിച്ചിരുന്നൊരു പഴയ കാലം മനുഷ്യന് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പഴയ കാലത്ത് അവൻ വേട്ടയാടി